നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നിലക്കടല ഉപയോഗിച്ചാണ്. 1.5 കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ നിന്നും പച്ചയായിട്ടുള്ള നിലക്കടല വാങ്ങാൻ കിട്ടും. അതൊന്ന് റോസ്റ്റ് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം ഇത് മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമോ അല്ലെങ്കിൽ പാലോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ പാൽ ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു രീതിക്കാണ് കൂട്ട് വേണ്ടത്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നത് 1.5 കപ്പ് പാലാണ്. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററിനെ തയ്യാറാക്കിയെടുക്കുക. ഇനി നല്ല അടികട്ടിയായിട്ടുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിലക്കടലയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് മാത്രം ഇത് കുക്ക് ചെയ്താൽ മതി. നല്ല അടികട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. തുടരെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ല പോലെ തന്നെ ഇത് കട്ടിയായി വന്നു തുടങ്ങും. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ആ ഒരു പേസ്റ്റ് രൂപത്തിൽ നിന്ന് മാറി ഒരല്പം കട്ടിയായിട്ട് മാറും. ഇതുപോലെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നോക്കൂ, പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പാകാകുന്നത് വരെയാണ് ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മധുരം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടോ കുറക്കോ ചെയ്യാവുന്നതാണ്. ഈ ഒരു ശർക്കരയിൽ അഴുക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അഥവാ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളമൊഴിച്ച് നല്ലപോലെ തന്നെ ശർക്കര പാനിയാക്കി അരിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് ഈ ഒരു പാകത്തിന് കട്ടിയായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ടോട്ടലായിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു നെയ്യും കൂടെ ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളുത്ത എള്ളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് നല്ല സ്ട്രക്ചർ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പാകം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ തന്നെ പാനിൽ നിന്നൊക്കെ റിലീസായിട്ട് വരുന്നുണ്ട്. ഇതൊരു നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഞാനതിൽ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തന്നെ ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് നിലക്കടല ഉപയോഗിച്ചിട്ടുള്ള ഹൽവ എന്ന് പറയാം. പക്ഷേ ഹൽവയുടെ ആ ഒരു ടെക്സ്ചറിലല്ല ഉണ്ടാകുക. ഒരല്പം ചൂയി ആയിട്ടാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് കോരി കഴിക്കുന്ന പാകത്തിനും കൂടെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുറച്ച് നേരത്തെ കുക്കിംഗ് നിർത്തിയാൽ മതി. കണ്ടില്ലേ, ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല ചൂയിയായിട്ടാണ് ഇരിക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നതിന് പകരം ഇത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മിഠായി കഴിക്കുന്ന ഫീലിംഗ് കിട്ടുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.